ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ മൊബൈൽ ഫോൺ ബ്രാൻഡുകളും പുതിയതായി ഇറക്കുന്ന ഫോണുകളിൽ സഞ്ചാർ സാഥി എന്ന ഗവൺമെന്റ് ആപ്പ് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇത്തരം ഒരു നിർദ്ദേശം കേട്ട് നമ്മുടെ സ്വകാര്യതയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നു കയറുകയാണെന്ന ചർച്ചകൾ ആരംഭിച്ചു. എന്നാൽ രാജ്യത്ത് പുതിയതായി വിൽക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ സൈബർ സുരക്ഷ മുൻനിർത്തി സഞ്ചാർ സാഥി ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ചെയ്തു. ദേ വന്നു ദാ പോയി പോലെ രാജ്യവ്യാപകമായി കടുത്ത എതിർപ്പ് ഉയർന്നതിനെ തുടർന്നാണ് സർക്കാരിന്റെ തീരുമാനം. നേരത്തെ ആപ്പ് ആവശ്യമില്ലാത്തവർക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമെന്നും കേന്ദ്രമൊക്കെ അറിയിച്ചിരുന്നു. എന്താണ് സഞ്ചാർ സാഥി എന്നും എന്തുകൊണ്ടാണ് സഞ്ചാർ സാഥി വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ടേൺ അടിച്ചതെന്നും അറിയേണ്ടതുണ്ട്. തട്ടിപ്പ് കോളുകൾ, സന്ദേശങ്ങൾ, മോഷണം പോയ മൊബൈൽ ഫോണുകൾ എന്നിവ റിപ്പോർട്ട് ചെയ്യാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായി സർക്കാർ വികസിപ്പിച്ച സൈബർ സുരക്ഷാ ആപ്ലിക്കേഷനാണ് സഞ്ചാർ സാഥി. നവംബർ 28-നാണ് ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളും ഇറക്കുമതി ചെയ്യുന്നവരും പുതിയ ഫോണുകളിൽ സഞ്ചാർ സാഥി ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യുകയും പഴയ ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ലഭ്യമാക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശം കൊണ്ടുവന്നത്. ആപ്ലിക്കേഷന്റെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഉത്തരവ് പുറത്തു വന്നതോടെ ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിനും സാധ്യമായ നിരീക്ഷണത്തിനും വഴിവെക്കുമെന്ന ആശങ്കകൾ ശക്തമായി. ആപ്പിൾ, ഗൂഗിൾ തുടങ്ങിയ പ്രമുഖ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മാതാക്കൾ അടക്കമുള്ള കമ്പനികൾ സ്വകാര്യമായി സർക്കാരിനെ മുന്നറിയിപ്പ് നൽകി എതിർപ്പ് അറിയിച്ചു. രാജ്യത്തെ നിയമപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും ഒരു സർക്കാർ ആപ്പ് ലോകത്തെവിടെയും മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത ചരിത്രം തങ്ങൾക്കില്ല എന്നും ഈ മാറ്റം സാങ്കേതികമായി വലിയ വെല്ലുവിളിയാണെന്നും കമ്പനികൾ ചൂണ്ടിക്കാട്ടി. ആപ്പ് നിർബന്ധമാക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെയും സമ്മതത്തിന്റെയും തത്വങ്ങളെ ലംഘിക്കുമെന്നും ഭാവിയിൽ ആപ്പിന്റെ യഥാർത്ഥ ഉപയോഗത്തിൽ നിന്നും വ്യതിചലിച്ച് മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും സിവിൽ സമൂഹവും ആശങ്ക പ്രകടിപ്പിച്ചു. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ധാരാളമായി വന്നതോടുകൂടി വ്യക്തികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നിർമ്മാണ കമ്പനികളുടെയും ഒക്കെ പ്രതിഷേധത്തിന്റെയും എതിർപ്പിന്റെയും ഭാഗമായി കേന്ദ്ര സർക്കാർ ഇതിൽ ടേൺ എടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുതിയ തീരുമാനമുണ്ടാവുന്നു. അതായത് സഞ്ചാർ സാഥി ആപ്പ് അത്ര ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന തരത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നു. 90 ദിവസത്തെ സമയമാണ് നടപ്പിലാക്കാൻ കമ്പനികൾക്ക് അനുവദിച്ച് ആദ്യം നൽകിയത്. ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശമുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഈ നീക്കം ആശ്വാസത്തിന് പകരം വലിയ ആശങ്കയിലേക്ക് രാജ്യത്തെ നയിച്ചു. പ്രതിപക്ഷം ശക്തമായി വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തിയ പ്രതിപക്ഷം പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനും അവരെ ബിഗ് ബോസിനെ പോലെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള നീക്കമാണിതെന്നും കുറ്റപ്പെടുത്തി. പെഗാസസ് ഉപയോഗിച്ച് രാജ്യത്തെ പൗരപ്രമുഖരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചതുപോലെയുള്ള നീക്കമാണിതെന്നും ആപ്പ് മൊബൈലുകൾ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഏകപക്ഷീയമായ നിർദ്ദേശം അത് സ്വേച്ഛാധിപത്യത്തിന് സമാനമാണെന്നും കുറ്റപ്പെടുത്തി. ആപ്പിൾ ഉൾപ്പെടെയുള്ള ഫോൺ നിർമ്മാതാക്കൾ ഉത്തരവിനെതിരെ നിയമപരമായി നേരിടാൻ തയ്യാറെടുക്കുകയും ചെയ്തു. എന്തായാലും ഈ സാഹചര്യത്തിലാണ് സഞ്ചാർ സാഥി ആപ്പിൽ കേന്ദ്ര സർക്കാർ ടേൺ അടിച്ച് സഞ്ചാർ സാഥിയുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത കണക്കിലെടുത്ത് ടേൺ അടിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് സമ്മതിക്കുന്നില്ല. തങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ചയാണെന്ന് സമ്മതിക്കാതെ അതിന് പകരം മറ്റൊരു നറേറ്റീവാണ് കൊണ്ടുവന്നത്. സഞ്ചാർ സാഥി ആപ്പിന്റെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത കണക്കിലെടുത്താണ് പ്രീ ഇൻസ്റ്റാളേഷൻ നിർബന്ധമാക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതെന്നാണ് സർക്കാർ പറഞ്ഞത്. ഇതുവരെ 1.4 കോടി ഉപഭോക്താക്കൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നും കഴിഞ്ഞ ഒരു ദിവസത്തിൽ മാത്രം 6 ലക്ഷം പേർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നും സഞ്ചാർ സാഥിയുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത കണക്കിലെടുത്ത് മൊബൈൽ നിർമ്മാതാക്കൾക്ക് പ്രീ ഇൻസ്റ്റാളേഷൻ നിർബന്ധമാക്കേണ്ടതില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പക്ഷേ എന്നാൽ ഇത് അത്ര വിശ്വസനീയമല്ല. മാത്രമല്ല സ്വീകാര്യത മാനിച്ചു മാത്രമല്ല കൃത്യമായി പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനമായി ഇതിന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം ഒരു വിമർശനം ആപ്പിൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മൊബൈൽ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നിർമ്മാതാക്കളൊക്കെ സർക്കാരിനെ ബോധിപ്പിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വിഷയത്തിൽ സർക്കാർ ടേൺ അടിച്ചത്.